ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മത്തിക്കറിയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ തേങ്ങ അരച്ച മത്തിക്കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 5 മത്തി എടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം വലിപ്പമുള്ള മത്തിയാണ്. അപ്പോൾ അത് ഞാൻ എല്ലാം നടുകെ ഒന്ന് ചെറുതായി കഷ്ണിച്ചെടുക്കും. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ മസാലക്കുള്ള സാധനങ്ങൾ നോക്കാം. ഇപ്പോൾ മസാലക്കുള്ള സാധനങ്ങൾ ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിന്. അത് മീൻ അത്രയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് 1/4 കപ്പ് എടുത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഈ സ്പൂണിന് 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി, പിന്നെ ആ ഒരു ചെറിയ 1/4 ടീസ്പൂൺ ഇതിൻ്റെ പകുതി എരിവുള്ള പറങ്കിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി അല്ലിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തോളം പുളി എടുത്തിട്ടുണ്ട്. മീനിൻ്റെ കഷ്ണം അത്രക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അത്ര പുളി എടുത്തത്. അപ്പോൾ അത് ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മീൻ കറിയിലേക്ക് ഇടേണ്ടതാണ്. ഒരു ചെറിയ മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ 2 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ആ അരപ്പെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മീൻ കറി വെക്കാൻ ആവശ്യമായ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെറുതായി മുറിച്ച മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 തക്കാളി നീളത്തിൽ മുറിച്ചതും, 2 പച്ചമുളക് നീളത്തിൽ കീറിയതും, പിന്നെ മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങയുടെ കൂടെ തന്നെയാണ് പുളിയും ചേർത്ത് അരച്ചിട്ടുള്ളത്. അപ്പോൾ തേങ്ങയുടെ കൂടെ അരക്കുന്ന സമയത്ത് അതിൻ്റെ കുരു കൂടി കളഞ്ഞിട്ട് അരക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മിക്സിൻ്റെ ബ്ലേഡ് പോയി പോകും. അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ ചാറ് വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള ചാറ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ആദ്യം നോക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, പിന്നെ നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി തിളക്കുന്നത് വരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരപ്പെല്ലാം ചേർത്ത ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് പാകത്തിനുണ്ട്, അതുപോലെ തന്നെ പുളിയും പാകത്തിനുണ്ട്. ഇനി നമ്മൾക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഈ കറി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടക്കുന്ന സമയത്ത് ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി. തേങ്ങ അരച്ചത് കൊണ്ട് പുറത്തേക്ക് പതച്ച് മറിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം. അപ്പോൾ കറി റെഡിയായതിന് ശേഷം നമുക്ക് ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടെ കറിയിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ മീൻകറി ചാറൊക്കെ കുറുകി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത്രയും മതിയാവും. ഇത് ചട്ടിയുടെ ചൂട് കിടന്നിട്ട് തന്നെ ഇനി കുറച്ചും കൂടെ ഒന്ന് വറ്റിക്കോളൂ. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി വറുത്തത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.